നമസ്കാരം സുഹൃത്തുക്കളെ. മനുഷ്യൻ്റേതല്ലാത്തൊരു ലോകത്തേക്ക് വഴിതെറ്റിപ്പോയ രണ്ട് കർഷകരുടെ അത്ഭുതപ്പെടുത്തുന്ന കഥയാണിത്. എന്താണെന്ന് മാഹിയിൽ സംഭവിച്ചത്? നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കൽ എന്റെ മുത്തശ്ശനും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും വടകര ചന്തയിലേക്ക് ഒരു യാത്ര തിരിച്ചു. കർഷകരായിരുന്ന അവർ വണ്ടി നിറയെ തേങ്ങയും കൊപ്രയും വിൽക്കാനായി കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരം വളരെ വൈകിയാണ് അവർ യാത്ര തുടങ്ങിയത്. വടകരയിലേക്കുള്ള യാത്രക്കിടയിൽ വൈകുന്നേരം ഏകദേശം 4 മണിയോടെ അവർ മാഹി എന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആ സ്ഥലം തികച്ചും വിജനവും നിശബ്ദവുമായിരുന്നു. വെറുമൊരു ഒഴിഞ്ഞ പാത മാത്രം. അവർ വടകര ചന്തയിലെത്തി തേങ്ങയെല്ലാം വിറ്റ് നല്ല ലാഭം നേടി. കിട്ടിയ പണമെല്ലാം ഒരു സഞ്ചിയിലാക്കി ഭദ്രമായി കെട്ടിവെച്ച് അവർ വീട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. അപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ഏകദേശം രാത്രി 11 മണി. അപ്പോഴാണ് വിചിത്രമായ ആ സംഭവം നടന്നത്. അവരുടെ കാളവണ്ടി വീണ്ടും മാഹിയിലെത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് വിജനമായിരുന്ന അതേ സ്ഥലം ഇപ്പോൾ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. അവിടെ വലിയൊരു ഉത്സവം നടക്കുകയാണ്. ചെണ്ടമേളവും പാട്ടും 100 കണക്കിന് ആളുകളുടെ ബഹളവും അവർക്ക് കേൾക്കാമായിരുന്നു. ശൂന്യമായ ഒരിടത്ത് പെട്ടെന്നൊരു വലിയ ചന്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വരിവരിയായുള്ള കടകൾ, കത്തുന്ന പെട്രോമാക്സ് വിളക്കുകൾ, ആവേശഭരിതമായ ജനക്കൂട്ടം. മുത്തശ്ശനും സുഹൃത്തും ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും അവർക്ക് കൗതുകം തോന്നി. ഇതൊരു നാട്ടുത്സവമാണെന്ന് കരുതി വണ്ടി ഒതുക്കി അവർ കാഴ്ചകൾ കാണാനിറങ്ങി. തിരക്കിനിടയിലൂടെ നടന്ന് ചില സാധനങ്ങളൊക്കെ വാങ്ങി അവരാ അന്തരീക്ഷം ആസ്വദിച്ചു. ഒടുവിൽ ക്ഷീണം തോന്നിയപ്പോൾ വിശ്രമിക്കാനായി അവരൊരു കടയുടെ അടുത്തുള്ള വലിയൊരു ആൽമര ചുവട് കണ്ടെത്തി. തേങ്ങ വിറ്റുകിട്ടിയ പണമടങ്ങിയ വിലപ്പെട്ട സഞ്ചി അവർ തൊട്ടടുത്തുള്ള കടയുടെ തിണ്ണയിൽ വെച്ചു. ക്ഷീണം കാരണം ആ മരച്ചുവട്ടിൽ അവർ പെട്ടെന്നുറങ്ങിപ്പോയി. വെളുപ്പിനെ 5 മണിക്ക് തണുപ്പടിച്ചാണ് അവർ ഉണർന്നത്. മുത്തശ്ശൻ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അവിടെ ഉത്സവമുണ്ടായിരുന്നില്ല. ആൾക്കൂട്ടമോ കടകളോ വിളക്കുകളോ ഒന്നും തന്നെയില്ല. അവർ ആ വലിയ ആൽമരത്തിന് ചുവട്ടിൽ വിജനമായൊരു ഒഴിഞ്ഞ പറമ്പിൽ തനിച്ചിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് അവർ കണ്ട ആ വലിയ ചന്ത മാന്ത്രികം പോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഏറ്റവും വലിയ ആഘാതം അതായിരുന്നില്ല. പണസഞ്ചി വെച്ചിരുന്ന ആ കടയും അപ്രത്യക്ഷമായിരുന്നു. അതോടൊപ്പം അവരുടെ പണസഞ്ചിയും പോയിരുന്നു. അവർ ആകെ ഭയന്നുപോയി. രാത്രി 11 മണിക്ക് കണ്ട ആ വലിയ ഉത്സവം 5 മണിയായപ്പോഴേക്കും എങ്ങനെ അപ്രത്യക്ഷമായി? എന്ത് ചെയ്യണമെന്നറിയാതെ അവരൊരു കണിയാനെ അഥവാ ജ്യോത്സ്യനെ പോയി കണ്ടു. ആ വയോധികൻ അവരുടെ കഥ മുഴുവൻ കേട്ട ശേഷം അർത്ഥഗർഭമായൊന്ന് ചിരിച്ചുകൊണ്ട് കവിടി നിരത്തി നോക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെന്നുപെട്ടത് മനുഷ്യരുടെ ഉത്സവത്തിലല്ല, അതൊരു പ്രേത ചന്തയാണ്. ആ ഉത്സവം നടക്കുന്നത് വേറൊരു ലോകത്താണ്. പക്ഷെ വിഷമിക്കണ്ട, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ മതി. അദ്ദേഹം നിർദ്ദേശിച്ചു. കൃത്യം 1 വർഷം കാത്തിരിക്കുക. അടുത്ത വർഷം ഇതേ ദിവസം ഇതേ സമയത്ത് ആ സ്ഥലത്ത് ചെല്ലുക. അപ്പോൾ ആ ഉത്സവം അവിടെ നടക്കുന്നുണ്ടാകും. ആ കടക്കാരനെ കണ്ടെത്തുക. ഓർക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം സമയം കടന്നുപോയിട്ടില്ല. ഇന്നലെ അവിടെ വെച്ച് മറന്ന സഞ്ചി ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ മതി. കേൾക്കുമ്പോൾ ഭ്രാന്തായി തോന്നുമെങ്കിലും അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർ 1 വർഷം മുഴുവൻ കാത്തിരുന്നു. ആ ദിവസത്തിന്റെ വാർഷികത്തിൽ കൃത്യം രാത്രി 11 മണിക്ക് അവർ മാഹിയിൽ തിരിച്ചെത്തി. എന്തൊരത്ഭുതം! ആ ഉത്സവം അവിടെ തന്നെയുണ്ട്. അതേ വിളക്കുകൾ, അതേ ബഹളം, അതേ ജനക്കൂട്ടം. ഭയം കൊണ്ട് വിറച്ചാണെങ്കിലും അവർ ആ ആത്മാക്കൾക്കിടയിലൂടെ നടന്ന് കൃത്യം ആ പഴയ കട തന്നെ കണ്ടെത്തി. 1 വർഷം മുൻപ് കണ്ട അതേ രൂപത്തിൽ ആ കടക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മുത്തശ്ശൻ ധൈര്യം സംഭരിച്ചു ചോദിച്ചു, ചേട്ടാ, ആ സഞ്ചി ഒന്ന് എടുത്തു തരാമോ? ഞങ്ങൾ ഇന്നലെ ഇവിടെ വെച്ചതാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. കടക്കാരന് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അദ്ദേഹം കുനിഞ്ഞ് ആ സഞ്ചി എടുത്തു നൽകി. ഇതാ, പിടിച്ചോളൂ. ആ ആത്മാക്കൾക്ക് ചില മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ എൻ്റെ മുത്തശ്ശന് അതൊരു വലിയ വർഷമായിരുന്നു. ആത്മാക്കളുടെ ലോകത്ത് സമയത്തിന് വേറൊരു അളവുകോലാണെന്ന് പഴമക്കാർ പറയുന്നത് എത്ര സത്യമാണല്ലേ? ആ കടക്കാരൻ സഞ്ചിയെടുത്ത് നൽകുമ്പോൾ മുത്തശ്ശനുണ്ടായ ആ ഒരു മാനസികാവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു?
നിങ്ങളുടെ നാട്ടിലോ ഇതുപോലെയുള്ള നിഗൂഢമായ സ്ഥലങ്ങളോ കഥകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ത്രില്ലിംഗ് ആയ കഥകൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിചിത്രമായ കഥയുമായി വീണ്ടും കാണാം. ബൈ.